നമസ്കാരം, ഞാൻ ഡോക്ടർ നസ്ല, CMO നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. റമളാൻ മാസത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുക, ഏത് തരത്തിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് എന്നൊക്കെയുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പ്രമേഹ രോഗികൾക്ക് അല്ലെങ്കിൽ ഡയബറ്റീസ് കൺട്രോൾഡ് അല്ലാത്ത ആളുകളിൽ അല്ലെങ്കിൽ PCOD ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾ ഏത് തരത്തിലാണ് ഭക്ഷണം കഴിക്കേണ്ടത്, അതല്ലെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മളൊരു നേരം ഭക്ഷണം കഴിക്കേണ്ടത്, നോമ്പ് തുറക്കുന്ന സമയത്തും അത്താഴത്തിൻ്റെ സമയത്തും എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മൾക്ക് ആദ്യം തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾക്ക് ലോങ് ഡ്യൂറേഷനിൽ എന്ന് വെച്ചാൽ നമ്മളൊരു 13-14 മണിക്കൂറോളം നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നതാണ്. അതിലേറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് പറയുന്നത് നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വെയിലും കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾക്കത് മാറ്റാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രാത്രി സമയത്ത് നമുക്ക് വെള്ളം നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. ഏറ്റവും നല്ലത് തണ്ണിമത്തം കഴിക്കുന്നത്. തണ്ണിമത്തം നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവില്ല, വെള്ളത്തിൻ്റെ അംശം ശരീരത്തിൽ ഒരുപാട് ഉണ്ടാവും. അതുപോലെ തന്നെ കക്കിരി കഴിക്കുകയാണെങ്കിലും വെള്ളത്തിൻ്റെ അംശമുണ്ട്, അത് 96% വെള്ളമാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം നല്ല രീതിയിൽ ന്യൂട്രിയൻസും കിട്ടും, അതുപോലെ തന്നെ ഫൈബറും കൂടി ഉള്ളതാണ്, നമുക്ക് ദഹന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കൂടുതൽ ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അത്താഴം കഴിക്കാൻ എണീക്കുന്ന സമയത്ത് 1-2 ലിറ്റർ വെള്ളം ഒറ്റയടിക്ക് കുടിക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ വെള്ളം എത്തിയിട്ട് കാര്യമില്ല. ആ വെള്ളം പെട്ടെന്ന് യൂറിനിലൂടെ പുറത്ത് പോവുകയുള്ളൂ. നമുക്ക് ഒരുപാട് നേരം നമ്മുടെ ശരീരത്തിൽ വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി നോമ്പ് തുറന്നത് മുതൽ രാവിലെ അത്താഴം കഴിക്കുന്നത് വരെയുള്ള സമയത്ത് കുറച്ചായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കണം. ആ ഒരു സമയത്ത് 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ കിഡ്നി ഡിസീസ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് എത്ര അളവിലാണ് വെള്ളം കുടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അളവിൽ മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കിഡ്നി ഫങ്ഷനിങ് പ്രോപ്പർ ആവില്ല. അപ്പോൾ ആ രീതിയിൽ വെള്ളം കുടിച്ചിട്ട് വരണം. പിന്നെ വെള്ളം കുടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് മധുരമുള്ള വെള്ളം മാക്സിമം, ജ്യൂസ് ഐറ്റംസ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. ഡയബറ്റീസ് ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ മധുരമുള്ളത് മാക്സിമം കുറയ്ക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് ഫാറ്റി ലിവറോ അല്ലെങ്കിൽ തൈറോയിഡ് പ്രശ്നങ്ങളുള്ളതിൽ PCOD ഉള്ള ആളുകൾ അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലുള്ള ആളുകളൊക്കെ ആണെങ്കിലും മധുരത്തിൻ്റെ അളവ് നല്ല രീതിയിൽ കുറയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ എന്തെങ്കിലും ദഹന പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ ആണെങ്കിലും മധുരമാണ് കുറയ്ക്കേണ്ടത്. കാരണം നമ്മുടെ വയറ്റിനുള്ളിലുള്ള കൂടുതൽ ബാക്ടീരിയാസ് വളരാൻ ചാൻസ് ഉണ്ട് നമ്മൾ മധുരം കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അത് മാക്സിമം കുറയ്ക്കുകയാണ് വേണ്ടത്. നമ്മൾ കൂടുതൽ ആൾക്കാരും ഇങ്ങനെ ജ്യൂസസ് ഇങ്ങനെ പ്രിഫർ ചെയ്യുന്നുണ്ട്, അത് കഴിക്കരുത്. അതുപോലെ സോഡ പോലുള്ള ഡ്രിങ്ക്സ് കഴിക്കുന്നത് മാക്സിമം കുറയ്ക്കണം. പിന്നെ ചെയ്യേണ്ട കാര്യം, നമ്മൾ അത്താഴം കഴിക്കുന്ന സമയത്ത് കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ കഴിക്കുക. എന്നുവെച്ചാൽ കോംപ്ലക്സ് ആയിട്ടുള്ള അന്നജം എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലെ ഷുഗർ സ്പൈക്ക് ചെയ്യില്ല, പെട്ടെന്ന് കൂടത്തില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പതുക്കെ മാത്രമാണ് അത് ഷുഗറാക്കി മാറ്റുന്നത്, നമ്മൾക്ക് ഊർജ്ജം തരുന്നത്. അപ്പോൾ അതൊരു ലോങ് ഡ്യൂറേഷൻ നമ്മൾക്ക് ഒരുപാട് നേരത്തേക്ക് നമ്മുടെ ശരീരത്തിൽ ആ ഒരു എനർജി ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, കോംപ്ലക്സ് ആയിട്ടുള്ള അന്നജങ്ങൾ കഴിക്കുക. കോംപ്ലക്സ് അന്നജം ഒന്ന് ബ്രൗൺ റൈസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ചെറിയ ധാന്യങ്ങൾ ഓട്സ് പോലെ അല്ലെങ്കിൽ കിനോവ പോലെയൊക്കെയുള്ള ധാന്യങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് കുറേ നേരത്തേക്ക് നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം തരും. അതുപോലെ തന്നെ പെട്ടെന്ന് ഷുഗർ കൂട്ടില്ല. അതൊക്കെ നമുക്ക് ഡയബറ്റീസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഏറ്റവും നല്ലൊരു കാര്യം കൂടെയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നല്ലൊരു പ്രോട്ടീൻ സോസും ഫാറ്റ് സോസും കഴിക്കുകയാണ് വേണ്ടത്. പ്രോട്ടീനും ഫാറ്റും അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രോപ്പറായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓവറോൾ ഇമ്മ്യൂണിറ്റി, നമ്മുടെ ശരീരത്തിൻ്റെ ഓവറോൾ ഇമ്മ്യൂണിറ്റി മെറ്റബോളിസം നോർമലാക്കാൻ സഹായിക്കും. അപ്പോൾ അത് ചെയ്യേണ്ട കാര്യം, എപ്പോഴും നമ്മൾ പ്രോട്ടീനും ഫാറ്റ് സോസും കഴിക്കുകയാണ് വേണ്ടത്. നമുക്ക് ചിക്കൻ കഴിക്കുക, അതുപോലെ അല്ലെങ്കിൽ മുട്ട കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ 4-5 നട്ട്സ് കഴിക്കുന്നത്, ഏത് നട്ട്സാണ്, ഏത് മിക്സ്ഡ് നട്ട്സ് ആണെങ്കിൽ നല്ലതാണ്. അപ്പോൾ 4-5 നട്ട്സ് കഴിക്കുകയാണെങ്കിൽ ഹെൽത്തി ഫാറ്റും കൂടെ കിട്ടും. അതുപോലെ തൈര് കഴിക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ യോഗട്ടൊക്കെ കഴിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. കാരണം നമ്മൾക്ക് കൂടുതലായിട്ടും ഈ നോമ്പ് സമയത്ത് കൂടുതൽ ആളുകൾ നോൺ വെജ് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവും, നമ്മളെ വയറിൻ്റെ ആരോഗ്യം പ്രോപ്പർ ആവില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഏറ്റവും ചെയ്യാൻ നല്ലത് രാവിലെ കുറച്ച് അത്താഴം കഴിക്കുമ്പോൾ കുറച്ച് തൈര് അതിൻ്റെ കൂടെ അല്ലെങ്കിൽ യോഗട്ട് കഴിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ യോഗട്ട് മിക്സ് ചെയ്ത രീതിയിലുള്ള വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. അത് നമ്മൾക്ക് കുറേ സമയത്തേക്കുള്ള എനർജിയും തരും, നമുക്ക് ദഹന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തുമില്ല. പിന്നെ ചെയ്യേണ്ട കാര്യം, ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കുക എന്നുള്ളത്. ആ ഫ്രൂട്ട് കഴിക്കുന്നത് നമുക്ക് വെള്ളത്തിൻ്റെ അംശവും ഉണ്ടാവും, നമുക്ക് ന്യൂട്രിയൻസും കിട്ടും, അതുപോലെ തന്നെ നമുക്ക് ഫൈബറും കൂടെ ബാലൻസ് ആവും. ഇപ്പോൾ ചിക്കൻ കഴിക്കുകയാണെങ്കിലും മുട്ട കഴിക്കുകയാണെങ്കിലും ഒക്കെ അതിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും കൂടെ കഴിക്കണം, അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറികൾ കഴിക്കുക എന്നുള്ളത്. പിന്നെ ചെയ്യേണ്ട കാര്യം, നമ്മൾ കഴിക്കുന്ന അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളത്. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് നിങ്ങൾ കഴിക്കുന്നത്, പക്ഷേ അതൊരു ചെറിയ അളവിൽ മാത്രം കഴിക്കുക എന്നുള്ളതാണ് വേണ്ടത്. കാരണം നമ്മൾ ഈ അന്നജം ഒരുപാട് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല.
പിന്നെ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് മധുരമില്ലാത്ത വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളൊരു പ്ലേറ്റിൽ എടുക്കുന്ന സമയത്ത് ഒരു പോർഷൻ എന്ത് ചെയ്യുക, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകളായിട്ടുള്ള ചെറിയ ധാന്യങ്ങളോ ബ്രൗൺ റൈസോ ഒക്കെ എടുക്കാം. അല്ലാതെ കഞ്ഞിയാക്കിയിട്ടോ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. ഒരു പോർഷനിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, വെജിറ്റബിൾ സോസും അതുപോലെ തന്നെ എന്തെങ്കിലും പച്ചക്കറികൾ അത് വേവിച്ചതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഫ്രൂട്ട്സ് എടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. പിന്നെ ഒരു പോർഷനിൽ നമ്മൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് ചിക്കൻ അല്ലെങ്കിൽ മുട്ടയൊക്കെ ആയിട്ടുള്ളത് എടുക്കാൻ പറ്റും. പിന്നെ ഒരു ചെറിയൊരു പോർഷനിൽ തൈര് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ് ആവും. ഇനിയിപ്പോൾ തൈര് കഴിക്കാത്ത ദിവസങ്ങളിലാണെങ്കിൽ കുറച്ചധികം പച്ചക്കറികൾ കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഫുഡ് എത്താനും നമ്മൾക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. കാരണം പല ആളുകളും നോമ്പ് കഴിഞ്ഞുകൊണ്ട് തന്നെ പലപ്പോഴും ക്ലിനിക്കിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ട് അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണുകൾ കൊണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ വെള്ളം കുടിക്കാത്ത കാരണം നമ്മുടെ ശരീരത്തിൽ കിഡ്നി സ്റ്റോൺ ഫോം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രീതിയിൽ ഫുഡ് കഴിക്കണം. അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻ്റ് പലപ്പോഴും കാണാറുണ്ട്, അവരുടെ നോർമൽ ഷുഗർ ചിലപ്പോൾ FBS നോർമലായിരിക്കും, പക്ഷേ HbA1c ഒരുപാട് കൂടിയിട്ട് വരുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ ഈ നോമ്പ് കാലത്ത് മാക്സിമം കുറച്ചുകൊണ്ട് വരികയാണ് ചെയ്യേണ്ടത്. കാരണം നോമ്പ് എടുക്കുന്നതിലൂടെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ഫാറ്റ് കുറയാൻ, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ കുറയാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ അത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കുകയും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഫോളോ ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. പല ആളുകളും നമ്മൾ ചെയ്യുന്ന രീതി തെറ്റായതുകൊണ്ട് ആ ഒരു മാസം കഴിയുന്ന സമയത്ത് നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടാറുണ്ട്. പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഇതിന് കിട്ടുന്നതാണ്. അതുപോലെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ നോമ്പ് തുറന്ന ഉടനെ തന്നെ ഒരുപാട് മധുരമായിട്ടുള്ളത് കഴിക്കാതിരിക്കുക. ഒന്നുകിൽ നിങ്ങൾ കാരക്ക കൊണ്ടോ അല്ലെങ്കിൽ വെള്ളം കൊണ്ടോ നോമ്പ് തുറക്കുക. ഡയബറ്റീസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലത് നിങ്ങൾ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുന്നതാണ്. കാരണം പെട്ടെന്നൊരു ഷുഗർ സ്പൈക്ക് കാരക്ക എടുക്കുമ്പോൾ ഉണ്ടാകും. അതുപോലെ PCOD ഉണ്ടെങ്കിൽ, ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നോർമൽ വെള്ളം ആദ്യം ഒരു ഗ്ലാസ് കഴിച്ചതിന് ശേഷം മാത്രം കാരക്ക എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിൽ വേണേൽ നിങ്ങൾക്ക് ചിയ സീഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാം. വേറെ ഒന്നും ആഡ് ചെയ്ത് മധുരം ഒന്നും ഇല്ലാത്തത് കഴിക്കുന്നതാണ് നല്ലത്. പിന്നെ തണുത്ത വെള്ളം ഒരുപാട് കുടിക്കുന്നതിന് പകരം ചൂടുള്ളത് കഴിക്കുന്നതാണ് നല്ലത്. ചില ആളുകൾക്ക് ചായ കഴിക്കുന്നത് ഒരു ശീലം ഉണ്ടെങ്കിൽ അധികം പൊടിയിടാത്ത രീതിയിൽ ലൈറ്റായിട്ടുള്ള ചായ കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കട്ടനാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് ചെയ്യേണ്ടത്, അതിന് ശേഷം അതിൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കുക. എന്നിട്ട് നമ്മൾക്ക് നിങ്ങൾ ഈ ഓയിലി ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. ഡെയിലി കഴിക്കാതിരിക്കാനെങ്കിൽ ശ്രദ്ധിക്കുക. ചില ആളുകൾക്ക് എപ്പോഴെങ്കിലും ഒരു നോമ്പിൻ്റെ സമയത്താണ് ഇത് കഴിക്കുന്നത് എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അത് എപ്പോഴും കഴിക്കാതിരിക്കുക, വല്ലപ്പോഴെങ്കിലും മാത്രം എന്നുള്ള രീതിയിൽ മാക്സിമം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ചെയ്യേണ്ട കാര്യം, അതിൻ്റെ കൂടെ നിങ്ങൾ കുറച്ചുകൂടെ വെജിറ്റബിൾസ്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുക്കുംബർ കഴിക്കുക, കക്കിരി കഴിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ വാട്ടർമെലൻ കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കക്കിരി അതിൻ്റെ കൂടെ കഴിക്കുക, അതിൻ്റെ കൂടെ കുറച്ച് ബാക്കിയുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വാട്ടർ കണ്ടൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് നമ്മുടെ ബോഡി ആദ്യം ഒന്ന് ഫ്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതിൻ്റെ കൂടെ ഹെവി ആയിട്ടുള്ള മീൽസ് അപ്പോൾ കഴിക്കുന്നത് നല്ലതല്ല. 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഹെവി മീൽ കഴിക്കുന്നത് എപ്പോഴും നല്ലത്. കാരണം നമ്മുടെ ബോഡിക്ക് ഇത് ഡൈജസ്റ്റ് ചെയ്യാനുള്ളൊരു എനർജി ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് കഴിച്ചാലും അത് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എനർജി ബോഡി കൊടുക്കണം. അപ്പോൾ അത്രയും എനർജി ബോഡിയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ കുറച്ച് എനർജി കൊടുക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം കുറച്ചൊരു സമയം ഇരുന്നതിന് ശേഷം മാത്രം ഹെവി മീൽസ് കഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു സമയത്തൊക്കെ 1-2 കാരക്ക കഴിക്കുന്നതാണ് നല്ലത്. ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഒരു എനർജി ബോഡി കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ വേണമെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് 2-3 അല്ലെങ്കിൽ ഒരു 4 എണ്ണം വരെ നമുക്ക് നട്ട്സ് കഴിക്കുക എന്നുള്ളത്. അത് ഒരു ഹെൽത്തി ഫാറ്റ് ആയതുകൊണ്ട് തന്നെ പതുക്കെ നമ്മളെ ബോഡിയിലുള്ള എനർജി കൂട്ടിക്കൊണ്ടുവരും. എന്നിട്ട് നമ്മളൊരു ഹെവി മീൽ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇനി ഹെവി മീൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതാണ് എല്ലാവരും റോങ് ആയിട്ട് ചെയ്യുന്നത്. നമ്മൾ വയറ് നിറയെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കും. അത് ചെയ്യരുത്. നമ്മുടെ വയറിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമാണ് കഴിക്കേണ്ടത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പത്തിരിയൊക്കെ കഴിക്കുകയാണെങ്കിൽ ചെറിയൊരു പോർഷൻ എടുക്കുക. ഇപ്പോൾ ചിക്കൻ കഴിക്കുന്നുണ്ടെങ്കിൽ, ഫിഷ് കഴിക്കുന്നുണ്ടെങ്കിൽ, ബീഫ് കഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു പോർഷൻ എടുക്കുക എന്നുള്ളത്. അതിൻ്റെ കൂടെ പച്ചക്കറിയും കൂടെ ബാലൻസ് ചെയ്ത് കഴിക്കണം. അത് ഞാൻ അത്താഴം കഴിക്കുന്ന സമയത്ത് പറഞ്ഞ പോലെ തന്നെ കുറച്ച് യോഗേട്ടോ തൈരോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പ്രോബയോട്ടിക് ബാലൻസ് ചെയ്യാനും നമ്മുടെ ദഹനം പ്രോപ്പറാക്കാനും ഹെൽപ്പ് ചെയ്യും. പല ആളുകൾക്കും പൈൽസ് പോലുള്ള പ്രശ്നങ്ങളുണ്ടാകും. പൈൽസൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു സമയത്ത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടെങ്കിലൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടെ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം,
നമ്മൾ ഒരു ചെറിയൊരു പോർഷൻ മാത്രം ഇത്രയും ഭക്ഷണം കഴിച്ചിട്ട് ഇനി ഒരു 1 hour കഴിഞ്ഞതിന് ശേഷം മാത്രം ഒരു ചെറിയ പോർഷനും കൂടെ കഴിക്കാൻ വേണ്ടി നോക്കുക. ഇത് പതുക്കെ പതുക്കെ നമ്മുടെ ശരീരത്തിന് ഊർജ്ജം കൊടുക്കുകയും ചെയ്യും. നമ്മൾക്ക് ഈ ഒരു ഡേ ടൈമിൽ മൊത്തം പകൽ സമയത്ത് മൊത്തം നമ്മുടെ ബോഡി റൺ ചെയ്യാനുള്ള ഒരു ഊർജ്ജം കൂടെ നമ്മുടെ ശരീരത്തിന് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സമയത്തൊക്കെ വെള്ളം കുടിക്കുക എന്നുള്ളത്. വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ ആളുകൾക്കും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും പല ആളുകളും പറയുന്നതാണ് നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ തന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ വേദനയുണ്ട്, എരിച്ചിലുണ്ട്, അതൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് പറയുമ്പോൾ നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നന്നാരിയുടെ വേരിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കഴിക്കുക എന്നുള്ളത്. ഇതെന്തിനാന്ന് വെച്ചാൽ ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. എന്ന് വെച്ചാൽ നന്നാരി ഇപ്പം നമ്മുടെ സിസ്റ്റത്തിൽ മെഡിസിനാണ്, അതൊരു സർസപ്പാരില്ല എന്ന് പറയുന്ന ഒരു മെഡിസിനാണ്. അതൊരു ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയലൊക്കെ ആയിട്ട് ഉള്ളൊരു മെഡിസിനാണ്. അപ്പോൾ അത് നമ്മൾ നേരിട്ട് കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ബോഡിയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ നന്നാരി മറ്റ് പല ഹെൽത്ത് ബെനിഫിറ്റ്സും തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഡീഹൈഡ്രേഷന് മാറും, നമുക്ക് ബാക്ടീരിയൽ ഗ്രോത്തും കുറയും. അപ്പോൾ നന്നാരി ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ക്രാൻബെറി ജ്യൂസ് കഴിക്കുക എന്നുള്ളത്. അത് ജ്യൂസ് മധുരം ഇല്ലാതെ കഴിക്കണം. അതല്ലെങ്കിൽ കിഡ്നി ഡിസീസ് ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ വെള്ളം അല്ലെങ്കിൽ ഇളനീർ വെള്ളം കഴിക്കുന്നതും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഈ നോർമൽ വെള്ളം കഴിക്കുന്നതിന് പകരമായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുള്ള വെള്ളം കഴിക്കുക, അല്ലെങ്കിൽ ചിയ സീഡ്സ് ഇട്ടുള്ള വെള്ളമൊക്കെ ഓരോ അരമണിക്കൂറിൽ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു സമയം നിങ്ങൾ ഒരുപാട് വെള്ളം കുടിക്കുന്നതിന് പകരം ഓരോ ഗ്യാപ്പിൽ കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോകുക എന്നുള്ളത്. കിടക്കുന്ന സമയം വരെ കുടിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ അത്താഴത്തിന് എണീറ്റ് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് കഴിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ഉറക്കം പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യണം. കാരണം ഉറങ്ങാത്ത കാരണം നമ്മൾക്ക് ഒരുപാട് ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പ്രോപ്പർ ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ പ്രോപ്പർ ആവില്ല, നമ്മുടെ ആരോഗ്യനില എപ്പോഴും മോശമായിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അമിതമായിട്ട് ഉറങ്ങുന്നത് നല്ലതല്ല. അതുപോലെ നമ്മൾ പൊരിച്ചതും വറുത്തതുമാണ് മാക്സിമം കുറയ്ക്കേണ്ടത്. അതുപോലെ തന്നെ എണ്ണയിൽ ഇട്ടിട്ടുള്ള, അതായത് ചിക്കൻ പൊരിച്ചതാണെങ്കിലും മീൻ പൊരിച്ചതാണെങ്കിലും ഒക്കെ അത് മാക്സിമം കുറച്ചിട്ട് കറിയിലിട്ടത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ കറിയിലിട്ടത് നമ്മുടെ അത് ക്വാണ്ടിറ്റി എത്ര കഴിക്കുന്നത് ബുദ്ധിമുട്ടുള്ളതല്ല. ഇപ്പം എന്തെങ്കിലും യൂറിക് ആസിഡ് കംപ്ലൈൻ്റ് ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ മാത്രമാണ് ബീഫിൻ്റെയൊക്കെ അംശം എടുക്കുന്നത് കുറയ്ക്കേണ്ടത്. ഇപ്പോൾ ഫാറ്റി ലിവറൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളത്. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ചിക്കനും ബീഫൊക്കെ നല്ല രീതിയിൽ കഴിച്ചാലും പ്രശ്നമില്ല. അതിൻ്റെ കൂടെ കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നത് ബാലൻസ് ചെയ്യണമെന്ന് മാത്രം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൂടുതൽ മധുരം കഴിക്കാതിരിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നോമ്പിൻ്റെ സമയത്ത് നമ്മൾ കുറച്ച് എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക എന്നുള്ളത്. ചില ആളുകൾ ഒന്നും ചെയ്യാതിരിക്കുന്ന ആളുകളുണ്ടാവും. കാരണം നമ്മൾ നടക്കുമെങ്കിലും ചെയ്യുന്നത് ബ്രിസ്ക് വയ്ക്കും, കുറച്ച് വേഗത്തിൽ നടക്കുമെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ പ്രോപ്പർ മെറ്റബോളിസം വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നടക്കാൻ വേണ്ടിയിട്ടെങ്കിലും ശ്രദ്ധിക്കണം. അത് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാവിലെയോ അല്ലെങ്കിൽ നോമ്പ് തുറന്നതിന് ശേഷമോ ഏറ്റവും ബെറ്റർ. കാരണം ബാക്കിയുള്ള സമയത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ കാരണം ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. അതുപോലെ അധികമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നോമ്പ് തുറന്നതിന് ശേഷം മാത്രം ചെയ്യുക. ഇനി വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടൊക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നോമ്പ് തുറന്നതിന് ശേഷം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറിന് ശേഷമെങ്കിലും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ല എങ്കിൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്തിട്ട് ഈ റമദാൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു റമദാനാണ് ഉണ്ടാവുക. അതല്ല എങ്കിൽ നമുക്ക് ഈ റമദാൻ മാസം കഴിയുന്ന സമയത്ത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ ഈ റമദാൻ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.